റോസ്ബെന്നി എന്നെ ഈ സാക്ഷ്യം പറഞ്ഞപ്പോൾ പറഞ്ഞ ഒരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ ഈശോയോട് പറഞ്ഞത്, ഈശോ എൻ്റെ പാഠശേഖരത്തിൻ്റെ പ്രശ്നമല്ല, ഞങ്ങൾക്കിത് തന്നില്ലെങ്കിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ അവിടെ ഹോസ്റ്റൽ ഫീസുകളൊന്നും കൊടുക്കാൻ പറ്റത്തില്ല, കോളേജ് ഫീസ് കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷേ എന്നെപ്പോലെ കുട്ടനാട്ടിലുള്ള എല്ലാ പാഠശേഖരങ്ങളും ഞാൻ സമർപ്പിക്കുകയാണ്. അവരും എന്നേക്കാൾ കടക്കാരായിരിക്കും മിക്കവാറും. അതാണ് പ്രശ്നം. അതാണ് ഈ അകമോ എന്ന് പറഞ്ഞത്. അകമോ എന്ന് പറഞ്ഞത് വെച്ചാൽ അകം ഒരു പ്രശ്നമാണ്. ഇപ്പോൾ റോസ്ബെന്നിയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രാർത്ഥന ദൈവത്തിൽ കേൾക്കാതിരിക്കാൻ പറ്റത്തില്ല. എന്താ കാര്യം? അകം ഓക്കെയാണ്. ചില ആളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മാത്രം കൊയ്താൽ മതി, ബാക്കിയെല്ലാം നശിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടാവും. അതാണ് അകമോ. കവർച്ചയും ദുഷ്ടതയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, അല്ലേ? കവർച്ച ചെയ്തിട്ട് നമ്മൾ മാത്രം രക്ഷപ്പെടണം, ബാക്കിയുള്ളവരെല്ലാം ഗതി പിടിക്കാതെ പോരണം. ഇവർ പറയണ കാര്യം അത് നമ്മുടെ ജാതിക്കാരല്ലെന്ന് പറയണം. ഇപ്പം എങ്ങനെ സംഭവമല്ലേ? അതാണ് വിഷയം വേണ്ടത്. അപ്പം ഇങ്ങനെ വരുമ്പോൾ ഈ ജാതിയും സ്പർദ്ധയും എല്ലാം കയറി വരുമ്പോൾ അകം മോശമാവും. അപ്പം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ടാണ് ഈശോ പറയണത്, ഈശോ ഈ അകമോ എന്ന് പറഞ്ഞത് റിപ്പീറ്റ് ചെയ്യണത് മനുഷ്യരിൽ അവൻ വിശ്വസിച്ചില്ല എന്നുള്ളതാണ്. അകം മോശമാണെങ്കിൽ പിന്നെ നമ്മളെ ദൈവം വിശ്വസിക്കത്തില്ല. അകം മോശമാണെങ്കിൽ ദൈവം നമ്മളെ വിശ്വസിക്കത്തില്ല. അതാണ് 2:24 യോഹന്നാന്റെ സുവിശേഷം. യേശുവാകട്ടെ അവരെ വിശ്വസിച്ചില്ല. കാരണം അവൻ അവരെ എല്ലാം അറിഞ്ഞിരുന്നു. മനുഷ്യനെ പറ്റി ആരുടെയും സാക്ഷ്യം അവന് ആവശ്യമായിരുന്നില്ല. മനുഷ്യനിലുള്ളത് എന്താണെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു. അപ്പൊ ഒന്നിട്ട് പറഞ്ഞു നോക്കണം, മനുഷ്യരെ കുറിച്ച് ആരുടെയും സാക്ഷ്യം അവന് ആവശ്യമായിരുന്നില്ല. കാരണം മനുഷ്യനിലുള്ളത് എന്താണെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു. അപ്പൊ ശുപാർശ നടക്കത്തില്ലെന്നായി പറയണത്. അതല്ലേ പറയണത്. മനുഷ്യരെക്കുറിച്ച് ആരുടെയും സാക്ഷി അവന് ആവശ്യമില്ല. എന്താ കാര്യം? ഇപ്പം നമ്മളിവനെ ശുപാർശ ചെയ്താലും ഇവൻ കയ്യിരിപ്പ് മോശമാണെങ്കിൽ വർക്കൗട്ട് ചെയ്യത്തില്ല. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അതായത് മനുഷ്യരെക്കുറിച്ച് ആരുടെയും സാക്ഷ്യം ആവശ്യമായിരുന്നില്ല. കാര്യം എന്താണ്? മനുഷ്യൻ്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് അവൻ അറിഞ്ഞിരുന്നു. അപ്പോൾ ഈ നമ്മുടെ ഉള്ള് ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഒരു ശ്രദ്ധാകേന്ദ്രമാണ്. നിങ്ങളത് എന്തെങ്കിലും മാർഗമുണ്ടെങ്കിൽ ഉള്ളു കറക്റ്റ് ചെയ്യണം. എന്തെങ്കിലും മാർഗമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ ദൈവം നേരിട്ടിറങ്ങി വന്നാൽ പോലും അവരുടെ പാപത്തിൽ നിന്ന് മാറത്തില്ല. അപ്പം അവരെക്കുറിച്ച് എനിക്ക് പറയാനൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും മാർഗം രക്ഷപ്പെടാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളു കറക്റ്റ് ചെയ്യണം. കാര്യം ഉള്ളു കറക്റ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ ദൈവത്തിന് 1-ാം സ്ഥാനം വേണം. അവിടെ ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുത്തില്ലെങ്കിൽ ആ ഉള്ള വായി നോക്കികളെല്ലാം കയറി ആ 1-ാം സ്ഥാനത്ത് കയറിയിരിക്കും. നിങ്ങളെ അറിയത്ത് പോലും ഇല്ല. അവിടെ നിങ്ങൾ പള്ളിയിൽ പോകാൻ പോലും ഒരു സമ്മതിക്കത്തില്ല. ഞാൻ എന്ത് പോകണില്ല, നീ പോകണ്ടെന്ന്. ഇവർ പള്ളിയിൽ പോണത് എന്തിനാണ്? അവിടെ ലൈനടിക്കാൻ പോണതാണ് പള്ളിയുടെ അടുത്ത്. ഒരുത്തൻ ഞാൻ ഒരു വാടക്കലെന്നും പറഞ്ഞൊരു ഇടവകയിരിക്കുന്നു. അപ്പോൾ ഒരുത്തൻ ഓട്ടോറിക്ഷ ഇടിച്ച് മരിച്ചു. അപ്പം ഞാൻ ഇടവക വികാരിയായ കാരണം രാത്രി പോകും, മരിപ്പ് വീട്ടിൽ അടക്കത്തിൻ്റെ സമയത്തും പോകും. പിന്നെ അടക്കി കഴിഞ്ഞ് 2 ദിവസം പോകും. കാര്യം അടക്കി കഴിഞ്ഞാൽ നമ്മൾ പോകേണ്ടത്. കാര്യം ആ സമയത്താണ് ഈ വീട്ടുകാരും നാട്ടുകാരും എല്ലാവരും പോയിട്ട് ഇവർ ഒറ്റയ്ക്ക് മരിപ്പ് വീട്ടുകാർ ഒറ്റയ്ക്കിരുന്ന് തേങ്ങണ കാണാം. അപ്പോൾ നമ്മൾ പള്ളിക്കാർ പോയി അവിടെ കർത്താവിൻ്റെ ഒരു സാന്നിധ്യം നമുക്ക് കൊടുക്കണം അവർക്ക്. അത് പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. മരിപ്പിൻ്റെ ഇടയ്ക്ക് പോയില്ലെങ്കിൽ മരിപ്പ് കഴിഞ്ഞ് നിങ്ങൾ ബന്ധുക്കളുടെ വീട്ടിൽ പോകണം. അതായത് നിങ്ങളെല്ലാം പിരിഞ്ഞു പോകാൻ വേണ്ടിയല്ല ചെല്ലണത് തന്നെ മരിപ്പ് വീട്ടിൽ പോയിട്ടും വാച്ചിട്ട് നോക്കുന്ന ആൾക്കാരല്ലേ ഉള്ളത് നമ്മുടെ ബന്ധുക്കളെന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാർ. എപ്പോൾ അടക്കാൻ പറ്റും? അച്ഛമ്മനില്ല എന്ന് പറഞ്ഞ് നിൽക്കണ കാണാം ആൾക്കാർ. ഇതിങ്ങനെ കണ്ടല്ലേ ഈ മരിപ്പ് 3 മണിക്ക് അടക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ ആൾക്കാരെല്ലാം ഇതിങ്ങനെ കാണിക്കണ കാണാം.
നമ്മളവർക്കും വല്ല പാർക്കിൻസൺസും ആണെന്ന്. പാർക്കിൻസൺസ് അല്ല, സമയത്തിട്ട് നോക്കണതാണ് വാച്ച്. അച്ഛൻ വന്നില്ലേ എന്ന്. ഇത്രയുള്ള ബന്ധുക്കളൊക്കെ മര്യാദക്ക് ദൈവമായിട്ടൊരു പിടിപാടുണ്ടാക്കി എടുക്കുക കേട്ടോ. നിങ്ങൾ ഈ പറഞ്ഞ ഒന്നാം സ്ഥാനത്ത് കരുവിക്കുന്ന ആൾ ഒന്നും ഉതകത്തില്ല. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഇപ്പം തന്നെ ഞാൻ ഇവരുടെ കാര്യം പറഞ്ഞില്ലേ, അപ്പോൾ ഈ ഓട്ടോറിക്ഷക്കാരൻ, അപ്പം നമ്മൾ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തില്ലെങ്കിൽ വേറെ ആൾക്കാരൊക്കെ വരിഞ്ഞു കയറി നമ്മുടെ ജീവിതത്തിലിരിക്കും. നമ്മളത് ഭയങ്കര ഗമയായിട്ട് കൊണ്ടുനടക്കുകയും ചെയ്യും. മനുഷ്യൻ എന്തുമാത്രം വിഡ്ഢിയാണെന്നറിയാമോ? അപ്പം ഞാൻ ഈ വീട്ടിൽ ചെന്ന്, അപ്പോൾ എന്നെ കണ്ടപ്പോൾ തന്നെ അവിടുത്തെ ഒരു ടീച്ചറാണ്, എൻ്റെ മകനാണ് മരിച്ചു കിടക്കുന്നത് ഓട്ടോറിക്ഷ ഇടിച്ച്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ എൻ്റെ അച്ഛാ, ഞാനെല്ലാ കുരിശ് വിട്ടാണ് ഇവനെ കിടത്തിയത്, ഒരു കുരിശ് ഇവനെ രക്ഷിച്ചില്ലെന്ന്. അപ്പോൾ എനിക്കിട്ട് പാരപണിയാണ്, മരിപ്പിൻ്റെ ഇടയ്ക്ക് അച്ഛനിട്ട് പണി കൊടുക്കണവരെ. അവർ പറഞ്ഞു, ഞാനെല്ലാ കുരിശ് വിട്ടാണ് ഇവനെ കിടത്തിയത്, ഉറക്കിയതേ കുഞ്ഞുനാൾ പോലെ, ഒരു കുരിശും അവനെ രക്ഷിച്ചില്ലെന്ന്. ഇതാണ് ബേസിക് അവരുടെ. എനിക്ക് അറിയാം എന്തുകൊണ്ടാണ് കുരിശൊന്നും രക്ഷിക്കാഞ്ഞെന്ന്. അത് എനിക്കവിടെ പറയാൻ പറ്റുമോ? ഇവർക്ക് ഞാനവിടെ കക്ഷിയല്ലല്ലോ എൻ്റെ അടുത്ത്. എന്താ സംഭവിച്ചത്, ഇവൻ അവിടെ നിന്ന് പോരണത്, വീട്ടിൽ നിന്ന് പോന്നിട്ട് ഈ കുർബാന ഉയർത്തുന്ന സമയത്ത് എല്ലാം ഇവൾ ഒരു ലൈനുണ്ട്, അവളെ വിളിച്ച് പള്ളിയിൽ നിന്ന് ഇറക്കിയിട്ട് പള്ളിയുടെ മണിമാരുടെ മുകളിലൊക്കെ ഇരുന്നുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടി. പ്രൊട്ടക്ഷൻ പോയി. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഒന്നിറങ്ങിയ നേരം വിളിക്കുമെന്ന് വിചാരിക്കരുത്. കാര്യം നമ്മൾക്ക് ദൈവം നമ്മൾ നിലനിൽക്കുന്നത് തന്നെ ദൈവം നമ്മുടെ പ്രൊട്ടക്ഷനുണ്ട്. നമുക്ക് പുറകിൽ കണ്ണില്ലെന്ന് എപ്പോഴും ഓർത്തേക്കണം. പുറകിലെ കണ്ണ് ദൈവത്തിൻ്റെ കണ്ണാണ്. അത് നിങ്ങൾ ഈ തലക്കെട്ട് കെട്ടി അടച്ചു വെക്കരുത്. ഞാൻ പോരാളിയാണെമ്പോൾ ഞാൻ തലക്കെട്ട് കെട്ടുന്നത്. തലക്കെട്ട് കെട്ടുമ്പോൾ ദൈവത്തിൻ്റെ പുറകിലെ കണ്ണ് അടഞ്ഞു പോകും. അത് പുറകെ ദൈവത്തിൻ്റെ കണ്ണാണത്. എൻ്റെ പ്രശ്നം വെച്ചാൽ ദൈവമാണ്. നമുക്കെല്ലാവരും കാണാൻ പറ്റില്ല മക്കളെ. ജോലി ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് സമാധാനം ഉണ്ടാകുന്ന നിർബന്ധമില്ല. ആരോഗ്യം ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് സന്തോഷമുണ്ടെന്ന് നിർബന്ധമില്ല. കുറേ പകുതിയോളം കാര്യം ദൈവത്തിൻ്റെതാണ്. ആദ്യമേ തന്നെ നമ്മൾ വാള് വെച്ച്, അഹങ്കാരത്തിൻ്റെ വാള് വെച്ച് കീഴടങ്ങണം. കർത്താവേ, നീ എന്നെ കൈപിടിച്ച് നടത്തണമേ, ഞാൻ അന്ധനാണെന്ന് പറയണം. എനിക്ക് കാണേണ്ട പോലെ കാണാൻ പറ്റണില്ല, ഞാൻ കാണുന്നതെല്ലാം മാത്രമേ ഉള്ളതെന്ന് ഞാൻ ധരിക്കുന്നു, നീ എന്നെ കൈപിടിച്ച് നടത്തണമേ. അവിടെയാണ് എളിമ വരണത്. എളിമ ഉണ്ടെങ്കിൽ നമ്മൾ ആശ്രയം ഉണ്ടാകും. ഇപ്പം ഈ റോസ്റ്റിൻ്റെയും ബെന്നിയുടെയും വിഷയം എന്താ? മഴ ഇങ്ങനെ കനക്കണ സമയത്ത് റോസ് കൊന്തയും ചൊല്ലിക്കൊണ്ട് ഈ പാടശേഖരത്തിന് ചുറ്റും നടക്കുകയുണ്ട്. ബെന്നിക്ക് കൊടുക്കുന്ന സപ്പോർട്ട് ഭയങ്കരമാണ്. ഇത് നമ്മൾ ഉടമ്പടി എടുത്ത പാടശേഖരമാണ്. നമ്മൾ മാത്രമല്ല, നമ്മൾ മൂലം ഇവിടെയുള്ള പാടശേഖരങ്ങളെല്ലാം രക്ഷപ്പെടും. കാര്യം എന്താ? നമുക്ക് ദൈവമായിട്ട് ബന്ധമുണ്ട്. ഇവർക്ക് പറയണ കറക്റ്റാണ്. അപ്പോൾ ബെന്നിക്ക് പക്ഷേ ഇവളിങ്ങനെ ഈ വേദവേശമൊക്കെ പറഞ്ഞെങ്കിലും ബെന്നിക്ക് അത്ര വിലപ്പോണില്ല. അത് ഭാര്യയുടെ സ്ഥിരം വേദോപദേശമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ തള്ളിക്കളയും. അപ്പോൾ അമ്മയോട് പറയും, അമ്മേ, ബെന്നി വിശ്വസിക്കണില്ല, ഞാൻ തലകുത്തി പറഞ്ഞിട്ട് പോലും ഇതിന്മേ ഒരു മഴക്കാറ് വീഴത്തില്ലെന്ന് എനിക്കറിയാം, എനിക്കും അമ്മയ്ക്കും അറിയാം. പക്ഷെ ബെന്നി വിശ്വസിക്കണില്ല. അപ്പം ബെന്നിക്കൊരു അടയാളം കൊടുക്കുമെന്ന് പറയും. അങ്ങനെ അവർക്ക് എന്തൊരു അധികാരമാണ് അമ്മയോട് സംസാരിക്കാൻ. എനിക്ക് വിശ്വാസമുണ്ട്, പക്ഷെ ബെന്നി വിശ്വസിക്കണില്ല. ബെന്നിക്കൊരു അടയാളം കൊടുക്കാൻ പറയും. അതെന്തൊരു കമാൻഡാണ്, അമ്മയോട് പറയണതാണ്. ആ പറഞ്ഞ് വായി നാക്കിട്ടില്ല, അപ്പം തന്നെ മഴവില്ലിങ്ങനെ വന്ന് വീശിയങ്ങൾ നിൽക്കും പാടത്ത്. അപ്പം ബെന്നി വിളിക്കും, ബെന്നി നോക്ക്, അമ്മ വന്നിട്ടുണ്ടെന്ന് പറയും. അതാണ് ബന്ധം എന്ന് പറയണത്. ബെന്നി നോക്ക്, അമ്മ വന്നിട്ടുണ്ട്, ഇപ്പം മതിയാ. ചോദിക്കാതിരിക്കുകയാണ് എപ്പോഴും നല്ല ദൈവത്തോട്. ഗതികെട്ടാ ചോദിക്കണം. ചോദിച്ച് ദൈവത്തിനെ പരീക്ഷിക്കാതിരിക്കുകയാണ് എപ്പോഴും നല്ലത്. പക്ഷേ ഇപ്പോൾ ബെന്നി വിശ്വസിക്കാത്ത കൊണ്ടാണ് അവളങ്ങനെ പറയണത്. പിന്നെ എന്താ സംഭവിക്കണമെന്നറിയാം? പിന്നെ അവൾ പറയണതേ, പിന്നൊരു വെയിലിങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ അച്ഛാ, ഇവിടെ ഈ പാടശേഖരത്തിൽ വെള്ളം പറ്റിയ വഴിയറിഞ്ഞില്ലെന്ന്. ഞങ്ങൾക്ക് എല്ലാ പാടശേഖരത്തിലും കൂടി വണ്ടി ഇറങ്ങുകയും
ഞങ്ങൾക്ക് വണ്ടി കിട്ടുമെന്ന് ഞാൻ അമ്മയോട് ചോദിച്ചു. അമ്മേ, വണ്ടിയെല്ലാം ഓരോരുത്തർ പാർട്ടി ബേസിലൊക്കെയല്ലേ വണ്ടി കിടക്കണത്. അപ്പോൾ അതുകൊണ്ട് വണ്ടിക്കാർ അവരുടെ ബന്ധമുള്ള പാടശേഖരങ്ങളിലൊക്കെയാണ് വണ്ടി ഓടിച്ച് അത് കൊയ്ത് കിട്ടത്തുള്ളൂ. അപ്പം ഞങ്ങൾക്ക് വണ്ടി കിട്ടുമോ അമ്മയെന്ന് ചോദിക്കുമ്പോൾ 4 വണ്ടി ഒരുമിച്ച് വരും. എന്നിട്ട് അവരങ്ങോട്ട് കൊയ്ത് ടക്കടകാന്ന് കൊയ്ത് 9 ഏക്കറും കൊയ്ത് കൊടുത്തിട്ട് പോകും. ഒരു നെല്ല് പോലെയാണ്. അപ്പോഴുണ്ട് ഗവൺമെൻറ് വിളിച്ച് പറയാണ് 100-ന് 8 വേണ്ട, 100-ന് 1 മതിയെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നോക്കി എന്ത് അത് ആ സെക്ഷൻ പോണ പോക്ക് കണ്ടില്ലേ, അതെന്ന് പറയണത് ഉടമ്പടിയാണ്. എൻ്റെ പേര് ചന്ദ്രബാബു എന്നാണ്. ഞാൻ അമ്മയായിട്ട് അടുത്ത് എനിക്ക് മുൻപൊരു പരിചയവുമില്ല, അല്ലെങ്കിൽ ഒരു അറിവുമില്ല. ഞാൻ ക്ഷേത്രവുമായി വളരെ അടുത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാനിപ്പോൾ സാക്ഷ്യം പറയുന്നത് എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഈ സഹോദരിക്ക് വേണ്ടി കൂടിയാണ്. ഞാൻ അമ്മയെ അടുത്തറിയുന്നത് ഞാൻ കോൺട്രാക്റ്റ് വർക്കൊക്കെ ചെയ്ത് അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളാണ്. വലിയ സാമ്പത്തികത്തിലേക്ക് എത്തുകയും അപ്പോൾ പുറത്തു നിന്ന് ആരും ഞാൻ കൊടുക്കാനുള്ളതല്ല, എനിക്ക് കിട്ടാനുള്ളതാണ്. അപ്പോൾ അതിനെ തുടർന്ന് എനിക്ക് കുടുംബത്തിൽ നിന്ന് തന്നെ എന്നോട് ഭാര്യയും മക്കളുമൊക്കെ തുടർച്ചയായി ഇങ്ങനെ സംസാരിച്ചതും എന്നെ ശകാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇതിനൊരു പ്രതിവിധി വേണമല്ലോ. അപ്പോൾ ഞാൻ ഇവരോട് ചോദിക്കുന്നില്ല ഈ പണം. ചോദിക്കാത്തതിൻ്റെ കാരണം എനിക്ക് ലക്ഷം തലമുള്ളവർ പോലും എനിക്കെതിരെ ഈ കേസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ കൊല്ലാൻ ശ്രമിച്ചെന്നൊക്കെ പറഞ്ഞ് എനിക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ ഞാൻ യൂട്യൂബിൽ നിന്നൊരു പ്രാർത്ഥന എടുത്തു. പ്രാർത്ഥന മാതാവിനോടുള്ള പ്രാർത്ഥനയാണ്. അപ്പം ഞാൻ ആവശ്യപ്പെട്ടത് എനിക്ക് മരിക്കണമെന്നാണ്. ആരും അറിയാതെ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെയൊരു എൻ്റെ കുടുംബത്തോട് ഞാൻ ഇതുവരെയും പറയാത്തൊരു കാര്യം. എനിക്ക് മരിക്കണം, എനിക്ക് ആത്മഹത്യ ചെയ്യാനോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലേക്ക് മരണപ്പെടാൻ എനിക്ക് പറ്റത്തില്ല. അതിനുള്ള സാഹചര്യം അങ്ങനല്ല. അതുകൊണ്ട് ആരും അറിയാതെ പെട്ടെന്ന് ഒരു നിമിഷം ഉണരരുതെന്നുള്ളതാണ് എൻ്റെ ആവശ്യം. 21 ദിവസം ഞാൻ പ്രാർത്ഥിച്ചു. അത് പ്രാർത്ഥിക്കുന്നത് വെളുപ്പിലെ 3 മണിക്കാണ്. ഞാൻ അങ്ങനെ മറ്റൊരാളോട് അന്വേഷിച്ചപ്പം ഈ 3 മണി സമയത്ത് പ്രാർത്ഥിക്കുന്നത് നടക്കും എന്ന് എനിക്കൊരറിവ് കിട്ടി. അങ്ങനെ ഞാൻ ഈ 21 ദിവസം പ്രാർത്ഥിച്ചു. 21-ൻ്റെ അന്ന് ഞാൻ വാഹനം ഓടിച്ചു വരുന്ന വഴിക്ക്, ബൈക്ക് ഓടിച്ചു വരുന്ന വഴിക്ക് എൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. വണ്ടി റോങ് സൈഡ് പോയി. നല്ല വാഹനം ഓടുന്ന വലിയൊരു വഴിയാണ്, റോഡാണ്. അങ്ങനെ അരമണിക്കൂറോളം ഞാൻ റോഡിൽ തന്നെ വണ്ടിയിൽ ചിലവഴിച്ച് വീണ്ടും വീട്ടിലേക്ക് പോയി. വീണ്ടും ഇങ്ങനെ സംഭവിച്ചു. പിന്നെ എനിക്ക് വീട്ടിലേക്ക് നടക്കാൻ പറ്റത്തില്ല, കാഴ്ച പൂർണ്ണമായിട്ടും പോയി. പക്ഷേ ഞാൻ ഇരുന്ന് നിരങ്ങി. കാരണം നമ്മുടെ പറമ്പെന്ന് പറയുക കുറേ കഴിഞ്ഞ് പിന്നെ റബ്ബറും തോട്ടമൊക്കെയാണ്. അങ്ങനെ എനിക്കറിയാം, കൃത്യമായിട്ട് അറിയാം, കണ്ണടച്ചാലും അറിയാം എവിടൊക്കെയാണ് മരങ്ങളെന്നൊക്കെ അറിയാം. അങ്ങനെ ഞാൻ നടന്ന് വീട്ടിലെത്തി. വീട്ടിലാരുമില്ല. ഞാൻ വൈകുന്നേരത്ത് 4:30-5 മണിയോടുകൂടി എൻ്റെ ഇളയ മകൻ വന്നു. എന്നെ തട്ടി ഉണർത്തുമ്പോൾ ഞാൻ തറയിൽ ഇങ്ങനെ കിടക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു എന്ത് പറ്റിയതാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. ഉണർന്നപ്പോൾ എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ പോയി മുഖമൊക്കെ കഴുകി വൃത്തിയായിട്ട് വന്നിട്ട് പറഞ്ഞു ഇവനൊരു വണ്ടി വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ എന്ത് വണ്ടി വേണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞൊരു ഓട്ടോറിക്ഷ മതി, തൊട്ടടുത്ത് ഹോസ്പിറ്റലിൽ പോകാനല്ലയോ എന്ന് പറഞ്ഞു. ഇവനൊരു ഓട്ടോറിക്ഷ വിളിച്ചുകൊണ്ട് വന്നു. ഞാൻ വണ്ടിയിൽ കയറി തൊട്ടടുത്ത ഹോസ്പിറ്റലിലെത്തി. ഹോസ്പിറ്റലിൻ്റെ അടുത്തെത്തിയപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞു വേണ്ട, കുറച്ചും കൂടെ അപ്പുറത്ത് പോകാമെന്ന്. അങ്ങനെ പോയി ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെത്തി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെത്തി കഴിഞ്ഞ് ഡോക്ടർ ചോദിച്ചു എന്ത് പറ്റിയതാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു എനിക്ക് കാഴ്ചയ്ക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കാഴ്ച പരിശോധിക്കുന്നതിന് വേണ്ടി അതിന് മുമ്പ് അദ്ദേഹം എൻ്റെ പൾസ് ഒന്ന് പരിശോധിച്ചു. പൾസ് റേറ്റ് പരിശോധിച്ചപ്പം ഏതാണ്ട് 10-ൽ താഴെയായി. അപ്പോഴത്തേനും ഞാൻ ബോധം കെട്ടുപോയി. സ്ട്രെച്ചറിൽ കിടത്തി. പിന്നെ ഞാൻ കാണുന്നത് ചെറിയ ഓർമ്മയിൽ കാണുന്നതിൽ ICUയിൽ കൊണ്ടുവന്നതാണ്. 3-ൻ്റെ അന്ന് ബോധം തെളിഞ്ഞ് 21 ദിവസം മെഡിക്കൽ കോളേജിൽ ചികിത്സ കഴിഞ്ഞ് വീട്ടിൽ വരുന്നു. അപ്പോൾ പിന്നീട് ഭാര്യ പുറത്താണ്. ഭാര്യ അറിഞ്ഞിട്ടില്ല, വീട്ടിൽ മറ്റാരും അറിഞ്ഞിട്ടില്ല, അമ്മ അറിഞ്ഞിട്ടില്ല. എനിക്ക് എൻ്റെ ഇളയ പുത്രന് മാത്രമേ ഈ ഒരു സംഭവം അറിയാവൂ. ഞാൻ പറഞ്ഞു ആരോടും പറയണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഈ 21 ദിവസം കഴിഞ്ഞിട്ട് ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു 3 ദിവസം കഴിഞ്ഞിട്ട് തിരികെ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ 3 ദിവസം കഴിഞ്ഞ് തിരികെ ചെല്ലുന്ന സമയത്ത് ഞാൻ എൻ്റെ ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു നീ തിരുവനന്തപുരം വരെ ഒന്ന് വരണമെന്ന് പറഞ്ഞു. വൈകിട്ട് 8:30-ക്ക് വിളിക്കുന്നു.
എൻ്റെ അടുത്ത് വെച്ച് എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പ്രശ്നമൊന്നുമില്ല, തിരുവനന്തപുരം വരാൻ പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരത്തി പിറ്റേന്ന് 11:30 മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് വരുന്നു. ഡോക്ടറെ കാണുമ്പോഴാണ് അറിയുന്നത് എനിക്ക് ഹാർട്ട് സംബന്ധത്തിന് 3 അറ്റാക്ക് അന്നേരം ആ ടൈമിലുണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് ആദ്യം വാഹനം ഓടിക്കുമ്പം സാധാരണ നമുക്ക് അറ്റാക്ക് വരുമ്പോൾ നമ്മുടെ ഹാർട്ടിൻ്റെ ഒരു ഷെവറിങ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ ഒരു 700 പോയിൻ്റൊക്കെ ആയിക്കഴിഞ്ഞാൽ ആരോഗ്യ പ്രശ്നമുള്ളവർക്ക് കുഴപ്പമില്ല, ഇല്ലെങ്കിൽ തട്ടിപ്പോവും, അല്ലെങ്കിൽ ഒരു സൈഡ് തളർന്നു പോകും. എനിക്ക് രേഖപ്പെടുത്തിയേക്കുന്നത് 1324. അതായത് വൈദ്യശാസ്ത്രത്തിൽ ഇങ്ങനെ ഒരാൾ ജീവിച്ചിരിക്കത്തേ ഇല്ല. ഞാൻ അമ്മയോട് ആവശ്യപ്പെട്ടത് മരണമാണ്, അമ്മ മരണവും തന്നു. അങ്ങനെയാണ് 3-ൻ്റെ അന്ന് രാത്രിയിൽ ഞാൻ സ്വപ്നം കാണുകയാണ്. അമ്മ എൻ്റെ അടുത്ത് നിൽക്കുന്നു. എന്നോട് ചോദിച്ചു നീ വരുന്നില്ലയോ എന്ന് ചോദിച്ചു. ഞാനിങ്ങനെ തപ്പി മൊബൈൽ എടുത്ത് നോക്കിയപ്പോൾ രാത്രി 3 മണിയാണ്. ഞാൻ ആ പ്രാർത്ഥിക്കുന്ന ടൈമാണ്. അതിൻ്റെ പിറ്റേ ദിവസം എനിക്കറിയത്തില്ല, ഈ പള്ളി അറിയത്തില്ല. ഞാൻ 2-3 പേരെടുത്ത് ചോദിച്ചപ്പോൾ അവരൊക്കെ പല പള്ളികളാണ് പറയുന്നത്. അങ്ങനെ സ്റ്റാൻഡിൽ വരുമ്പം ഞാൻ കണ്ടക്ടർ ചോദിച്ചു സാറേ ഈ ബസ് പള്ളിയിൽ പോകുന്നതാണെന്ന് ചോദിക്കുന്നു. അപ്പം അദ്ദേഹം എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു കൃപാസനമാണോ എന്ന് ചോദിച്ചു. ഞാനപ്പോൾ പറഞ്ഞു അതേന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ വരുന്നു. ഇവിടെ വന്ന് അറിഞ്ഞു പോകാൻ വന്ന ഞാൻ അവസാനം ഉടമ്പടി എടുക്കുക. ഉടമ്പടി എടുത്ത് ഇവിടുന്ന് പോകുമ്പോൾ വളരെ വൈകി. എനിക്ക് വണ്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് 7:20 കഴിഞ്ഞാൽ കായംകുളത്തൊന്നും വണ്ടിയില്ല. അപ്പം ഞാൻ കായംകുളത്ത് എത്തിയപ്പോഴത്തേനാണ്ട് 8:45. വണ്ടിയില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ വിഷമിക്കുക. അപ്പോൾ അവിടെ എവിടെയെങ്കിലും ഇനി റൂം എടുത്തേ പറ്റൂ. എനിക്കാണെങ്കിൽ ഞാൻ ആൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ട് നിൽക്കുന്ന സമയം ചെയ്തിട്ട് 3 ദിവസമേ കഴിഞ്ഞുള്ളൂ. യാത്ര ചെയ്യാൻ പറ്റത്തില്ല, പുറത്തിറങ്ങാനോ മറ്റൊരാളുടെ സഹായം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാനാണ് അത്രയും ദൂരം ഇവിടെ വരുന്നത്. അത് കഴിഞ്ഞ് അപ്പോൾ ഒരു ബസ് കിടക്കുന്നു. ഞാൻ ആ ബസ്സിൻ്റെ അടുത്ത് നോക്കിയപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള വണ്ടിയാണ്. അപ്പം ഞാൻ ചോദിച്ചു ഡ്രൈവറോട് ചോദിച്ചു സാറേ ഇപ്പോൾ വണ്ടി ഉണ്ടോ എന്ന് വെച്ചാൽ ഇതൊരു സ്പെഷ്യൽ വണ്ടിയാണെന്ന് പറഞ്ഞു. ആ വണ്ടി കയറി. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ട് അവിടുന്ന് സ്റ്റാൻഡിൽ ചെന്ന് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 350 രൂപയുടെ ഓട്ടോ ഉണ്ട് എൻ്റെ വീട്ടിലേക്ക് പോകാൻ. അപ്പം ഞാനൊരു പയ്യനെ, എനിക്ക് സ്ഥിരം ഓടുന്നൊരു പയ്യനെ ഞാനിങ്ങനെ മനസ്സിലോർത്ത് തീർച്ചയായിട്ടും ഞാൻ സ്റ്റാൻഡിൽ ചെല്ലുമ്പോൾ ഇവൻ സ്റ്റാൻഡിൽ എന്നെ കാത്തു നിൽപ്പുണ്ട്. ഇവൻ എൻ്റെ അടുത്ത് ചോദിച്ചു അണ്ണാ വരുന്നില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വരാം. ഇവൻ എന്നെ വീട്ടിൽ കൊണ്ടാക്കുക. എൻ്റെ ആദ്യ അനുഭവം അങ്ങനെയാണ്, അമ്മയായിട്ടുള്ള അനുഭവം. അത് കഴിഞ്ഞ് എനിക്കുണ്ടായ ഒരുപാട് അനുഭവങ്ങളുണ്ട് എൻ്റെ മക്കളെ സംബന്ധിച്ച്. ഞാനിവിടെ ഉടമ്പടി വെച്ചത് പിന്നീട് ഇപ്പോഴും ഞാൻ എൻ്റെ ആയുസ് നീട്ടിക്കിട്ടാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചിട്ടേ ഇല്ല, അത് പ്രാർത്ഥിക്കുകയില്ല. ഇന്ന് പോയിട്ട് മരിച്ചാലും ഞാൻ സന്തോഷത്തോട് മരിക്കുമെന്നുള്ളതാണ്. കാരണം എനിക്ക് ബാധ്യതകളില്ല, എനിക്ക് തരാനുള്ളവരേ ഉള്ളൂ, ഞാൻ ആർക്കും ഒന്നും കൊടുക്കാനില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഉടമ്പടിയിൽ ഇപ്പോൾ ഇവിടെ വരാനും കാരണം, ഈ വേദിയിൽ കയറാനും കാരണം എൻ്റെ അടുത്ത് നിൽക്കുന്ന ഈ സഹോദരിക്ക് വേണ്ടിയാണ്. കാരണം ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. ഈ അടുത്ത സമയത്ത് നടന്ന തിരഞ്ഞെടുപ്പ് ഇപ്പം നാളെ സത്യപ്രതിജ്ഞ നടക്കുക. എൻ്റെ തൊട്ടടുത്ത വാർഡിൽ 54 ഇപ്പോൾ 55-ാമത്തെ വർഷം. ഈ 55 വർഷമായിട്ട് അവിടെ എനിക്കെതിരായി ഞാനൊരു രാഷ്ട്രീയ അത് ഞാൻ പറയുന്നില്ല, എനിക്ക് വിരുദ്ധമായി നിൽക്കുന്ന അല്ലെങ്കിൽ എതിരായി നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥി വിജയിച്ചിട്ടില്ല. 55-ാമത്തെ വർഷം ജയിച്ചിട്ടേ ഇല്ല, എൻ്റെ പാർട്ടി ജയിച്ചിട്ടില്ല. അങ്ങനെ പാർട്ടി എൻ്റെ അടുത്ത് പറഞ്ഞൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ പറഞ്ഞു. ഞാനൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തി, 3 സ്ഥാനാർത്ഥിയെ കണ്ടെത്തി. 3 പേരും വ്യത്യസ്തരായ ജീവിത സാഹചര്യങ്ങളിൽ നിന്നുള്ളവരെ കണ്ടെത്തി. അത് കഴിഞ്ഞ് ഞാൻ അമ്മയോട് ചോദിച്ചു. ഞാനിപ്പം പൈസ ഏൽപ്പിക്കുന്നതും അമ്മയാണ്. ഞാൻ 1 രൂപയാണെങ്കിലും 10,000 ആണെങ്കിലും ഇനി 1 ലക്ഷം ആയാലും ഇപ്പം ഞാൻ ഏൽപ്പിക്കുന്ന അമ്മയെ ഏൽപ്പിക്കും. അതെങ്ങനെ ഏൽപ്പിക്കുമെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലൊരു ബൈബിളുണ്ട്, ആ ബൈബിളിൽ വയ്ക്കും. ആ പൈസ കൃത്യമായിട്ട് ഇപ്പോൾ എനിക്ക് ചിലവഴിക്കാൻ പറ്റും. എന്തിനു വേണമെന്ന് വെച്ചാൽ അത് മാത്രമേ എടുക്കൂ. ഇപ്പം ഞാൻ വരാൻ നേരത്തും കുറച്ച് പൈസ എടുത്തപ്പോൾ എന്നോട് പറയുക കുറച്ച് പൈസ അവിടെ വെക്കെന്ന് പറഞ്ഞു. തിരിച്ച് അവിടെ വെച്ച് എൻ്റെ ആ പൈസ കറക്റ്റ് ചിലവാകും. അപ്പം ഞാൻ പറഞ്ഞു വന്നത് സ്ഥാനാർത്ഥി എടുത്തു. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മയെ ഒരു സ്ഥാനാർത്ഥി അമ്മ കണ്ടെത്താൻ പറഞ്ഞു. 3-ൻ്റെ അന്ന് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ വീണ്ടും ഞാൻ ചെല്ലുന്നു. അപ്പം ഇദ്ദേഹം പറഞ്ഞു ശരി ഓക്കെ പറഞ്ഞു. അങ്ങനെ ആ സ്ഥാനാർത്ഥി ജയിക്കാത്ത ഒരു വാർഡിൽ ആ സ്ഥാനാർത്ഥി നിർത്തുന്നതാവും. കെട്ടിവെച്ച പൈസയ്ക്ക് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുള്ളൊരു വാർഡാണ്. സ്ഥാനാർത്ഥിയെ വെച്ചു, പ്രവർത്തനം നടത്തി. ഞാൻ തന്നെ അതിൻ്റെ ചുമതല ഏറ്റെടുത്തു. 10-28 ദിവസം തുടർച്ചയായി പ്രവർത്തനം നടത്തി. അപ്പം എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയൊരു സംഭവം, ഇവിടുന്ന് നമ്മുടെ ഉപ്പും തൈലം തരും. അതിൻ്റെ ഉപയോഗത്തെ സംബന്ധിച്ച് ആദ്യമായിട്ടാണ് ഞാൻ പരീക്ഷണം നടത്തുന്ന ഇപ്പോഴാണ്. ഞാൻ പോളിംഗ് സ്റ്റേഷനിൽ പോയി. ഇതൊക്കെ പറയാൻ കൊള്ളാവോ എന്ന് എനിക്കറിയത്തില്ല, എങ്കിലും അമ്മയുടെ മുന്നിൽ നിന്ന് പറയുന്നതിലൊരു തെറ്റും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനിത് ഈ വോട്ടർ മെഷീന് സമീപത്ത് അതിട്ടു. അതുപോലെ തന്നെ തൈലം മെഷീനിൽ പൂശി ഞാൻ അമ്മയോട് പറഞ്ഞു ഞാൻ ഏൽപ്പിക്കുക, സ്ഥാനാർത്ഥിയെ ഏൽപ്പിച്ചു.
ഇനി എൻ്റെ അഭിമാനം അമ്മ സംരക്ഷിക്കണമെന്ന് പറഞ്ഞു. ഇലക്ഷൻ നടന്നു. ഞാൻ ബൂത്തിൽ തന്നെ ഇരുന്നു. ഏതാണ്ട് ഒരാൾ മാത്രമേ ഞാൻ കൊടുത്ത സ്ലിപ്പും കൊണ്ട് വോട്ട് ചെയ്യാൻ വന്നുള്ളൂ. നമുക്ക് ഏറ്റവും ദുർഘടമായൊരു മാനസികാവസ്ഥയിലൂടെ അന്നേരം പോവുക. ഒരാൾ മാത്രം. ഞാൻ രാവിലെ 4 മണിക്ക് കയറി പെട്ടി ഇതിൻ്റെ മെഷീനെല്ലാം ചെക്ക് ചെയ്ത് എല്ലാം ക്ലിയർ ചെയ്തിട്ട് പിന്നെ പുറത്ത് പോയില്ല. വൈകിട്ട് 4:30 പുറത്തിറങ്ങുന്നത് വരെ ഒരാൾ മാത്രം ഞാൻ കൊടുത്ത സ്ലിപ്പും കൊണ്ട് വോട്ട് ചെയ്യാൻ വന്നു. വേറെ ആരും വന്നില്ല. വേറെ വന്നവർ മുഴുവൻ എതിർ സ്ഥാനാർത്ഥിയുടെ സ്ലിപ്പുമായിട്ട് മാത്രമാണ് വരുന്നത്. അപ്പം നമ്മുടെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കും? അപ്പോഴും എൻ്റെ മനസ്സിൽ ഇപ്പം ഞാൻ അവിടെ ഇരുന്ന് കൂട്ടി, അവിടെ ഇരുന്ന് ഞാനിങ്ങനെ വോട്ട് കൂട്ടി കഴിഞ്ഞിട്ട്, അമ്മേ ഞാൻ അവിടെ വരും, ആ കുട്ടിയെയും കൊണ്ട് അവിടെ വരും, അത് ഓർമ്മ വെച്ചോണേ, എത്ര ഇങ്ങനെ പറഞ്ഞു. ഞാൻ കാര്യം പറയുന്ന പോലെ പറഞ്ഞു. പോയി എൻ്റെ സ്ഥാനാർത്ഥി ജയിച്ചു. എൻ്റെ സ്ഥാനാർത്ഥിയെ കൊണ്ട് ഞാൻ ഇന്ന് വന്നു. ഇതാണ് എനിക്ക് അമ്മയെക്കുറിച്ച് പറയാനുള്ള ഒരു വലിയ കാര്യം. ഈ ഒരു ഉടമ്പടി, ഈ ഒരു സാക്ഷി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. രാഷ്ട്രീയക്കാരല്ല, അടവുകാരാണ്. എന്ത് ചെയ്താലും അവർ പുറത്ത് പറയത്തില്ലല്ലോ. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുമ്പം ഗാന്ധി ഭവനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. അപ്പം അറിയാമല്ലോ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഒരു രീതി മനസ്സിലായി കാണും. മറ്റൊന്ന്, ഞാൻ ടൗണിലെത്തിയാൽ ആരെങ്കിലും ഭക്ഷണം കഴിക്കാനുണ്ടോ ഇല്ല ഞാൻ ശ്രദ്ധിക്കും. ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ വിളിച്ച് അവർക്ക് ഭക്ഷണം വാങ്ങിക്കൊടുത്തതിന് ശേഷം ഞാൻ ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ്. ഇതൊക്കെ പുറത്ത് ആദ്യമായിട്ടാണ് പറയുന്നത്, ഇത്രയും വർഷങ്ങൾക്ക് ശേഷം. പിന്നെ എൻ്റെ ദിവസത്തെ അധ്വാനത്തിൽ നിന്ന് 1 രൂപ കൃത്യം ഞാൻ മാറ്റി വയ്ക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അത് കൂടി കഴിയുമ്പം ഒരു തുകയാവും. എന്തെങ്കിലും ഒരു 10, 500, 300, 600 ഒക്കെ ആകുമ്പം അത് ആർക്കെങ്കിലും ഒരാൾക്ക് കൊടുക്കുന്നത് ശീലം ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും പൈസ അങ്ങനെ സ്വരൂപിച്ച് വെക്കുന്ന ഒരാളാണ്. മറ്റൊന്ന്, പത്രം തന്നാലേ ഞാൻ ഈ പത്രം എൻ്റെ പേരും എന്തിനു വേണ്ടി ഞാൻ കൊടുക്കുന്നു എന്ന് കൂടി പത്രത്തിൻ്റെ തലക്കെട്ടിൽ എഴുതും, മേളിൽ എഴുതി വയ്ക്കും. എൻ്റെ പേരെഴുതും, ഞാൻ എന്തിനു വേണ്ടിയാണ് ഈ പത്രം കൊടുക്കുന്നതെന്ന് എഴുതിയിട്ട് ഈ പത്രം SIT ആശുപത്രിയിലാണ് കൂടുതലും കൊടുക്കാറുള്ളത്. എനിക്ക് ഈ ഒരു വിശ്വാസം എൻ്റെ മരണകാലം വരെയും ഇങ്ങനെ തുടരാനാണ് എനിക്ക് ഇഷ്ടവും. അതാണ് അതിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ഈ ഈശോയുടെ അമ്മയോടും ചേർന്ന് പോകാനാണ് എനിക്കിഷ്ടം. ഞാൻ 3 മണിക്ക് എല്ലാ ദിവസവും ഇപ്പോൾ തനിച്ച് ഉണരും. വെളുപ്പിലെ 3 മണിക്ക് ഉണരും, 4:30 വരെ പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് ഒരു ദിവസമെങ്കിലും ഒരാൾക്കെങ്കിലും എന്തെങ്കിലും ഒരു സഹായം ചെയ്യുന്നൊരു ശീലം എനിക്കുണ്ട്. അതൊന്നും പറയരുതെന്ന് ഞാൻ ആഗ്രഹിച്ച, പക്ഷേ പറയേണ്ടതായിട്ടുള്ളതുകൊണ്ട് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. എന്നെ തുടർന്ന് ഇങ്ങനെ തന്നെ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ജീവിതം ഇങ്ങനെ തന്നെ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അമ്മ എന്നെ അനുവദിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ ഇവിടെ ഈ സാക്ഷ്യം പറയാൻ ഇവിടെ അനുവദിച്ച അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി, പ്രണാമം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ആൻഡ്രൂ ജോളി. ഞാൻ അങ്കാലിക്കടുത്ത് സെൻറ്റ് ആനീസ് ചർച്ച് മറ്റൊരിടയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഉടമ്പടി എടുത്തത് 2021 ഡിസംബർ 20-ാണ്. ഇതെൻ്റെ 2ാമത്തെ സാക്ഷിയാണ്. 2ാമത്തെ സാക്ഷ്യം പറയാൻ ആൾത്താരിൽ കയറ്റിയിരുത്ത ഈശോയ്ക്കും മാതാവിനും വളരെ നന്ദി പറയുന്നു. എല്ലാവരെ പോലെ തന്നെ എനിക്കും ജോലിയുടെ ഒരു ബുദ്ധിമുട്ട് കാരണമാണ് ഞാൻ ആദ്യമായിട്ട് മാതാവിൻ്റെ അടുത്ത് വരുന്നത്. ഞാൻ എൻ്റെ വീട്ടിലേക്ക് കംപ്ലീറ്റ് ആയതിന് ശേഷം എനിക്ക് നല്ലൊരു ജോലി എന്നുള്ളതിൻ്റെ ഒരു സ്വപ്നമായിരുന്നു. പക്ഷേ ഞാൻ പഠിച്ച ഫീൽഡിൽ എനിക്കൊരു ജോലി കിട്ടുന്നുണ്ടായില്ല. അങ്ങനെ ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് നിയോഗം വെച്ച് അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് ഡിമാൻഡ്സ് വെച്ച് മാതാവിൻ്റെ അടുത്ത്. ഒന്ന്, ഞാൻ പഠിച്ച ഫീൽഡായിരിക്കണം, പിന്നെ എനിക്ക് ഉടമ്പടിയിൽ നിലനിൽക്കണം. അങ്ങനെ ഞാൻ ഡിമാൻഡ്സ് വെച്ച് ഞാൻ നിയോഗം വെച്ച് ഒരു 2ാമത്തെ പുതുക്കൽ കഴിഞ്ഞ് 3ാമത്തെ പുതുക്കലൊക്കെ ആയപ്പോഴേക്കും മാതാവ് എൻ്റെ ആഗ്രഹം പോലെ എനിക്ക് ജോലി എടുത്തു തന്ന്. എനിക്ക് അബുദാബിയിൽ അട്നോക്കിൽ റിഗിലാണ് എനിക്ക് ജോബ് മാതാവ് സെറ്റായി തന്നത്. അപ്പോൾ എനിക്ക് 2 മാസം വർക്ക് ചെയ്താൽ 1 മാസം നാട്ടിൽ വരാം. അങ്ങനെ നാട്ടിൽ വന്ന് എനിക്ക് ഉടമ്പടി പുതുക്കാം, ഉടമ്പടിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാം, തിരിച്ചു പോവാം. അങ്ങനെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി. പക്ഷേ എനിക്ക് സാലറി കുറച്ച് കുറവായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചാളെ ഇപ്പോൾ മാതാവിനോട് പറഞ്ഞു, അതായത് കുറച്ചും കൂടി സാലറിയുള്ളൊരു ജോലി എനിക്ക് വേണം എന്നുള്ള രീതിയിൽ ഞാൻ മാതാവിൻ്റെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് ഇൻ്റർവ്യൂസ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓഫ് ഷോർ വർക്ക് ചെയ്യുന്നത് കടലിൽ. അപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ നടക്കുന്ന സമയത്ത് അറ്റൻഡ് ചെയ്യാനായിട്ട് എത്താൻ പറ്റത്തില്ല. പിന്നെ ലീവിൻ്റെ സമയത്ത് ഞാൻ നാട്ടിലും വരും. അപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂസ് ഒട്ടും കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഓൺലൈനിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് പിന്നെ അതുപോലെ തന്നെ കമ്പനീസിൽ ഡയറക്റ്റ് CV കൊടുത്ത്, പക്ഷെ ഒന്നും സെറ്റായില്ല അങ്ങോട്ട്. പിന്നെ ഞാനത് വേണ്ടാന്ന് വെച്ച് ഞാനത് വിട്ട്. പക്ഷേ മാതാവ് അത് വിട്ടില്ലായിരുന്നു. ഒരു ദിവസം ഞാൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് എനിക്കൊരു കോള് വന്ന്
മാതാവായിട്ട് വന്ന കോളാണെന്നെങ്കിൽ തോന്നുന്നു, അല്ലാതെ വേറെ വഴിയില്ല. കോൾ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇൻ്റർവ്യൂ നാളെ ചെയ്യാൻ റെഡിയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഓഫ് ഷോറാണ് വർക്ക് ചെയ്യണേ, അപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് ഓൺലൈൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോഴും എനിക്ക് പ്രശ്നമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ റെഗുലർ വർക്ക് ചെയ്യുന്നവർക്കറിയാം, ഓഫ് ഷോർ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിൽ ക്യാമറ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഫോണിലെ ക്യാമറ റിമൂവ് ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ക്യാമറ ഇല്ല, അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അത് കുഴപ്പമില്ല, നമുക്ക് കോളായിട്ട് അറ്റൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഫോൺ കോളിൽ ഇൻ്റർവ്യൂ എടുത്തു. ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു പറയാമെന്ന് പറഞ്ഞവർ നിർത്തി, വേറെ ഒന്നും പറഞ്ഞില്ല. പിന്നെ ഞാൻ അത് വിട്ട് പിന്നെ ഞാൻ വീണ്ടും വന്ന് ഉടമ്പടി പുതുക്കി തിരിച്ച് ചെന്ന്. അപ്പോൾ പിന്നെ കേൾക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കമ്പനി അതൊരു US ബേസ്ഡ് കമ്പനിയാണ്. അപ്പോൾ അത് വേറൊരു കമ്പനിക്ക് വിറ്റെന്നാണ്. അപ്പോൾ എൻ്റെ പ്രതീക്ഷ എല്ലാം തീർന്നു. എന്നാലും ചെറിയൊരു വിശ്വാസം അവിടെ ബാക്കി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ആ കമ്പനി തന്നെ വിളിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ റെഡി ആണെന്നുള്ള രീതിയിൽ സംസാരിച്ചു. പിറ്റേ ദിവസം അവരെനിക്ക് ഓഫർ ലെറ്റർ അയച്ചു തന്നു. എനിക്ക് ആദ്യം കിട്ടിയിട്ടിരുന്നേക്കാളും ഒരു 2 മടങ്ങ് കൂടുതലൊരു ഉള്ളൊരു ജോലി എന്ന മാതാവ് എന്നെ സഹായിച്ചു. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ആദ്യം ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് അത്യാവശ്യം കണ്ടിന്യൂസ് വർക്ക് ചെയ്യേണ്ടി വരും, ഒരു 2 മണിക്കൂറൊക്കെ. അപ്പോൾ എൻ്റെ കാലിന് ഞാൻ ചെറുപ്പത്തിൽ ഫുട്ബോൾ കളിച്ചിട്ട് എൻ്റെ ലിഗമെൻറ്റിന് ചെറിയൊരു പുട്ടിൽ വന്നിട്ടുണ്ടായി. അത് ഞാൻ 3 മാസം റെസ്റ്റൊക്കെ എടുത്ത് ഓക്കെ ആയി സെറ്റായിട്ടാണ് ഞാൻ ജോലിക്ക് കയറിയത്. പക്ഷേ കണ്ടിന്യൂസ് വർക്ക് ചെയ്യണോണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് വീണ്ടും പെയിനായി. അപ്പോൾ ഞാൻ മാതാവിൻ്റെ ഇത്രേ പറഞ്ഞോളൂ, ഇതെനിക്ക് മാതാവ് നേടിത്തന്ന ജോലിയാണ്, മാതാവ് എന്നെ നോക്കിക്കോളാൻ പറഞ്ഞു. കാര്യം അവിടെ മെഡിക്കുണ്ട്, അവരെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടും. പക്ഷേ അത് റെക്കോർഡിക്കലി പ്രോബ്ലം ആവും. പിന്നെ എനിക്ക് എൻ്റെ ജോബിനെ എഫക്റ്റ് ചെയ്യും, എൻ്റെ ജോബ് നഷ്ടപ്പെടാൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വേറെ ഒന്നും ചെയ്യുന്നില്ല, ഞാൻ തൈലം കാലുമ്പോൾ വരട്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം തുടങ്ങി എനിക്ക് ജോലി എന്ന് പറയുമ്പോൾ എല്ലാം എനിക്ക് റെസ്റ്റ് കിട്ടുന്ന രീതിയിലുള്ള ജോലികളായി. പിന്നെ അത് കുഴപ്പമില്ലാതെ മാറി. പിന്നെ നാട്ടിലൊന്ന് ഉടമ്പടിയിൽ വെച്ച് പിന്നെ എനിക്കിപ്പോൾ ഒരു 4 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് നിന്ന് വർക്ക് ചെയ്താലും ഒരു കുഴപ്പമില്ല, അത് പൂർണ്ണമായിട്ട് മാറി കിട്ടി. പിന്നെ എന്ന് പറയാനായിട്ട് ഞാൻ ജോലിക്കും പഠിച്ചതിൻ്റെയും ഒക്കെ ആയിട്ട് എനിക്കൊരു 6-7 ലക്ഷത്തിൽ കൂടുതൽ കടമുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ ജോലി കിട്ടിയത് കഴിഞ്ഞ് ഒറ്റയടിക്ക് തന്നെ എൻ്റെ കടമെല്ലാം ഇല്ലാതായി, പൂർണ്ണമായിട്ട് മാറി കിട്ടി എനിക്ക്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ വീടിൻ്റെ പണി എന്ന് പറഞ്ഞാൽ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് എടുത്തായിരുന്നു. പക്ഷെ അത് കുറേ പെൻഡിങ് ആയിരുന്നു, ഒന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. ഒരു 10 വർഷമായിട്ടാണ് കിടക്കണമായിരുന്നത്. പക്ഷേ ഇപ്പോൾ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടും അതെല്ലാം പൂർത്തിയായി, ഇപ്പോൾ പെയിൻറ്റിങ് വരെ എത്തിയിട്ടുണ്ട്. പിന്നെ ഇത്രയൊക്കെ അനുഗ്രഹങ്ങളാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ എന്ന് വെച്ചാൽ എനിക്ക് സുഗന്ധാഭിഷേകം കിട്ടാറുണ്ട്. അതിൽ ഞാൻ അത്ര വിശ്വസിച്ചിരുന്ന വ്യക്തിയല്ല. പക്ഷേ മാതാവ് അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഞാൻ വണ്ടി ഓടിക്കുന്ന സമയമാണ്, ബൈക്ക്. അപ്പോൾ ഹെൽമെറ്റ് വെച്ചാൽ നമ്മൾ ഓടിക്കുക. ആ സമയത്ത് എനിക്ക് കണ്ടിന്യൂസ് ഒരു 2 മിനിറ്റ് കൂടുതൽ സുഗന്ധാഭിഷേകം കിട്ടിയായിരുന്നു. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം എന്തെങ്കിലുമൊക്കെ എൻ്റെ ലൈഫിൽ നടക്കും. അതുപോലെ തന്നെ എനിക്ക് കൂടുതലായിട്ടും സ്വപ്നത്തിൽ കൂടെ എന്നോട് കൂടുതൽ സംസാരിക്കുന്നത് തന്നെ. എന്തെങ്കിലും സ്വപ്നത്തിൽ ഇങ്ങനെ മാതാവ് കാണിച്ചു തരും. പിറ്റേ ദിവസം ഞാനിങ്ങനെ ബൈബിളിരുന്ന് വായിക്കുന്ന ടൈമിൽ അതിൻ്റെ മനസ്സിലിങ്ങനെ തെളിഞ്ഞു വരും എന്താ മാതാവ് പറഞ്ഞതെന്നുള്ളത്. അങ്ങനെ 2 അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ എനിക്ക് ജോലി കിട്ടിയെന്ന് പറഞ്ഞത് അതും സെപ്റ്റംബർ 8-ാം തീയതി തന്നെ എൻ്റെ ഓഫർ ലെറ്റർ എൻ്റെ കയ്യിൽ കിട്ടിയത്. പിന്നെ ഞാൻ കാരുണ്യ പ്രവർത്തികളൊക്കെ ആയിട്ട് ചെയ്യാറെന്ന് പറയുന്നത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ഓൾഡ് ഏജ് ഹോമുണ്ട്. അപ്പോൾ അവിടെ പ്രായ അപ്പച്ചന്മാരും അമ്മച്ചിമാരൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അപ്പച്ചന്മാരവിടെ ചെല്ലും, അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ പറ്റിയാൽ അത് ചെയ്യും. പിന്നെ ഭക്ഷണം കൊടുക്കാതെ സഹായിക്കും. പിന്നെ അവരെ കുളിപ്പിക്കും, അവരുടെ നഖം വെട്ടിക്കൊടുക്കും, മുടി വെട്ടും, അങ്ങനെ അവരുടെ അത്യാവശ്യം ഞാൻ ശുശ്രൂഷ ചെയ്യാറുണ്ട് അവിടെ. പിന്നെ ഞാൻ റോഡ് സൈഡിലിരിക്കുന്ന പാവപ്പെട്ടവരെ കാണുമ്പോൾ അവരുടെ ഡ്രസ്സൊക്കെ മോശമാണെങ്കിൽ അവർക്ക് ഡ്രസ്സൊക്കെ മേടിച്ച് കൊടുക്കും. പിന്നെ പൊതിച്ചോറ് കൊടുക്കാറുണ്ട്. പിന്നെ കാരുണ്യപ്രവൃത്തി ചെയ്യണമെന്ന് വെച്ചാൽ എനിക്ക് കിട്ടുന്ന സാലറിയുടെ ഞാനൊരു 0.5 മാറ്റി വയ്ക്കും എല്ലാ മാസം. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഒരു കാരുണ്യപ്രവൃത്തി ചെയ്യാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് കിട്ടുന്ന പത്രങ്ങൾ ഞാൻ ബസ് സ്റ്റാൻഡിലേക്ക് കൊടുക്കും. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്നത് അബുദാബിയിലാണ്, അപ്പോൾ അവിടുത്തെ പള്ളിയിലും കൊടുക്കാറുണ്ട്. പിന്നെ യൂട്യൂബിൽ അച്ഛൻ്റെ ധ്യാനം ഞാനത് ലിങ്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇത്രയൊക്കെ അനുഗ്രഹം തന്ന ഈശോയ്ക്കും മാതാവിനും ഒരു കാര്യം നന്ദി പറയുന്നു.